ഇത് ഒരു ബോട്ടിലിന്റെ അടിവശം മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചെറിയ ബോട്ടിലാണ് കേട്ടോ. 20 രൂപയുടെ ഒക്കെ കുപ്പിയില്ലേ, അതാണേ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വെള്ള കളറ് ചാർട്ട് പേപ്പർ ആണ് കേട്ടോ. അതിതാ ഈ ഒരു ചെറിയൊരു വീതിയിൽ ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് അതിന്റെ 2 സൈഡിലും പശ തേച്ച് കൊടുത്തിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു പെന്നിടാൻ പറ്റുന്ന ഒരു വലിപ്പത്തിൽ ഇത് ഇതേപോലെ ചുരുട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ റൗണ്ടിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ആദ്യം പർപ്പിൾ വരച്ചു, പിന്നെ യെല്ലോ വരച്ചു, പിന്നെ നമുക്ക് ഇതേ ബ്ലൂവും വരച്ചെടുക്കാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ബോട്ടിലിന്റെ വലിപ്പത്തിൽ ചെറിയ ചെറിയ റോളുകളായിട്ട് ഇതെങ്ങനെ നമുക്ക് മുറിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒരേ വലിപ്പത്തിൽ വേണം മുറിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇത് വാഷി ടേപ്പാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അതുകൊണ്ട് അതിൽ പശയില്ല. ഞാൻ പശ തേച്ചിട്ട് വേണം അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആ വക്കിലേ അതുമ്മേ ഒന്ന് ഇതേപോലെ ഒട്ടിച്ച് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ആ ബോട്ടിലിൻ്റെ അറ്റം മുറിച്ചത് കാരണം ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് സേഫ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഓരോ റോളുകളും ഇതേപോലെ ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ ഒരു റോക്കറ്റിന്റെ ഫീല് തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സ്റ്റിക്കറുകൾ എടുത്തിട്ട് ആ പേപ്പറിന്റെ റോളുമ്മ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ബോട്ടിലില്ലേ അതുമ്മ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ കൊള്ളുന്ന സ്റ്റിക്കറുകൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഒരു പെൻ ഹോൾഡർ ആണ് കേട്ടോ. അപ്പൊ നടുവിൽ നമുക്ക് റബ്ബറും കട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ ഹോളുകളിൽ നമുക്ക് പേനയോ പെൻസിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. സ്കെയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറും കട്ടറും അങ്ങനെയുള്ള എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ ആ സെന്ററിൽ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ചുറ്റും പേനയോ പെൻസിലൊക്കെ ഇടുമ്പം അതിന്റെ വെയിറ്റ് ഒന്ന് മാനേജ് ആവുള്ളൂ. സെന്ററിൽ വെയിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പേന ഇടുമ്പം ഇത് മറിഞ്ഞു വീഴും കേട്ടോ. അപ്പൊ ഇതൊരു വെറൈറ്റി പെൻ ഹോൾഡർ ആയിട്ടില്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുതാ മറക്കല്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ബാക്ക് ടു സ്കൂളിന്റെ ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.